നടൻ മധുവിന് ഓണാശംസകളുമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എത്തി. ഗവർണർക്കൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു മഹാഭാഗ്യം. താങ്ക് യു വെരി മച്ച് for giving me this honor, and I have thanked Mr. Gobi also. Suresh is the reason for all these things, for bringing him here. And now I feel I am indebted to you. So he in fact raised this wish that he wanted to visit you. When I was on an Onam visit, I said, that means I am already blessed. yes. നിങ്ങളെല്ലാവരും നിങ്ങളെ പലപ്പോഴൊക്കെ കാണാറുണ്ട്, അധികം സംസാരിക്കാറില്ല. ഇതിന് വലിയ വലിയ സന്തോഷം എല്ലാവരെയും കണ്ടതിൽ ഒരു മഹാഭാഗ്യമാണ്. അതൊരു കുടുംബസഹിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നടൻ മധുവിന് ഓണാശംസകളുമായി എത്തിയതാണ് ഗവർണറും കേന്ദ്രമന്ത്രിയും ഒപ്പം സംഘങ്ങളൊക്കെ. ഇന്ദുലേഖയുണ്ട് വിവരങ്ങളുമായിട്ട്. ഇന്ദു, ഇതൊരു ഓണത്തിനുള്ള ഒരു സ്നേഹ സന്ദർശനം മാത്രമാണോ? മറ്റ് ഇടങ്ങളിലും മറ്റ് ഇത്തരത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് ഓണാശംസകളുമായിട്ട് ഗവർണർ പോകുന്നുണ്ടോ? അദ്ദേഹത്തെ കണ്ടത് എപ്പോഴാണ്? പറഞ്ഞതുപോലെ തന്നെ ഏറെ സന്തോഷത്തോടെ ഈ ഉത്രാട നാളിൽ നടൻ മധുവിൻ്റെ കണ്ണമൂലയിലുള്ള വീട്ടിലെത്തിയതായിരുന്നു ഗവർണർ രാജേന്ദ്ര ആർലേക്കറും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും. ഓണപ്പുടവ നൽകാനും അതുപോലെ തന്നെ ഓണാശംസകൾ നേരാനും വേണ്ടിയാണ് എത്തിയത്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ദിനത്തിൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചതെന്നും അതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് മാത്രമല്ല കലാലോകത്തിന് തന്നെ മധു എന്ന നടൻ നൽകിയ സംഭാവന വളരെ വലുതാണെന്നും രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ദിനം ഒരുപാട് സന്തോഷത്തോടും അതുപോലെ തന്നെ അഭിമാനത്തോടും കൂടിയാണ് അദ്ദേഹത്തിന് അരികിലിരിക്കുന്നതെന്നും അതുപോലെ തന്നെ ഒരു ഓണാശംസ നൽകുക എന്നതിനപ്പുറം അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങുക എന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം കുറച്ചു നേരം സംസാരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇത്തരത്തിലൊരു സന്ദർശനത്തിന് വഴിയൊരുക്കിയതെന്നും രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പത്നിയോടും കൊച്ചുമകളോടും ഒപ്പമാണ് മധുവിനെ സന്ദർശിക്കാൻ എത്തിയത്. ഈ ഒരു കൂടിക്കാഴ്ച തനിക്കും ഏറ്റവും അധികം സന്തോഷം നൽകുന്നുണ്ടെന്ന് നടൻ മധു പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം കുറേ നാളായി ചെറിയ അസുഖങ്ങൾ മൂലവും അതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായ കാരണങ്ങൾ മൂലവും അധികം പുറത്തേക്ക് ഇറങ്ങുന്നോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓണവും വിഷുവും എല്ലാം വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ തന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് നടൻ മധു പറഞ്ഞു. മാത്രമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, റോഡിൽ നടക്കുന്ന ചെറിയ അപകടങ്ങൾ, അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളായി നമ്മൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കാറുള്ള പേപ്പട്ടി വിഷയത്തെയൊക്കെ അദ്ദേഹം നർമ്മം കലർന്ന രീതിയിൽ ചെറിയൊരു വിമർശനം കൂടി നൽകുന്നുണ്ട്. ഞാൻ എന്നും വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പുറത്തിറങ്ങിയാൽ വണ്ടി ഇടിക്കുമോ എന്നോ അതുപോലെ തന്നെ പേപ്പട്ടി കടിക്കുമോ എന്ന ഭയമില്ല എന്ന് അദ്ദേഹം നർമ്മം കലർന്ന രീതിയിൽ ഒരു ചെറിയ വിമർശനം കൂടി നൽകി. മാത്രമല്ല എല്ലാവർക്കും ഓണാശംസ നേർന്നുകൊണ്ടാണ് ഇരുവരും പിരിഞ്ഞതും. ശരി, ഇന്ദുലേഖ രേണുവാണ് വിവരങ്ങൾ നൽകിയത്.